നമ്മൾ ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അവൻ തലയില്ലാത്തവനാണ്, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, സന്ദർഭവും സാഹചര്യവും അവൻ അറിയില്ല, ചിലപ്പോൾ തോന്നും മണ്ടനാണ്, ചിലപ്പോൾ തോന്നും ബുദ്ധിമാനാണെന്ന്. ഇതേ സ്വഭാവം ആളുകൾ വേദിയിലും കാണിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. പിന്നെ നമ്മൾ കേൾക്കുന്നു അയാളുടെ പദവി പോയി, അയാളുടെ MLA സ്ഥാനം പോയി, അയാളുടെ MP സ്ഥാനം പോയി. ആൾ പോകുന്നുണ്ടാവില്ല, പക്ഷെ സ്ഥാനം പോകുന്നുണ്ട്. അപ്പോൾ ചില സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ ചിലത് പറയേണ്ടതും പറയേണ്ടതല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഈ ഹെഡ് എന്ന് പറയുന്ന ഭാഗത്തെ കണക്ട് ചെയ്യുമ്പോൾ മൗലികമായി പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ഓപ്പണിംഗ്, ദ ഹെഡ് ഓഫ് ദ സ്പീച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഒരു പ്രസംഗം നിങ്ങൾ തുടങ്ങുന്നത്? 10 ടിപ്സ് ടു ഇംപ്രൂവ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് എന്ന തലക്കെട്ടിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട 10 സ്കില്ലുകളിൽ ഒരു സ്കില്ലിനെ കുറിച്ച് പറയുന്നത് നോ യുവർ ഓഡിയൻസ് എന്നുള്ളതാണ്. നിങ്ങൾ ശ്രോതാക്കളെ നിങ്ങൾ അറിയുക. ശ്രോതാക്കളെ അറിയുമ്പോഴാണ് അവിടെ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് തീരുമാനിക്കുക. വിഷയത്തിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രസംഗം തുടങ്ങുക. അവിടെ തന്നെ പറയുന്നുണ്ട് മറ്റൊരു ടിപ്പ്, ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദ പീപ്പിൾ അറ്റ് ദ ബിഗിനിങ്. ശ്രോതാക്കളുടെ ശ്രദ്ധയെ ആദ്യത്തെ 90 സെക്കൻഡിൽ പിടിച്ചെടുക്കാൻ ഒരു സ്പീക്കർക്ക് കഴിയണം. എത്ര സമയമാണ്? 90 സെക്കൻഡിനകം നമ്മുടെ ശ്രോതാക്കളുടെ ശ്രദ്ധയെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അവരവരുടെ ലോകത്തായിരിക്കും. ചിലരൊക്കെ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ടാവും, ചിലർ അപ്പുറത്തുള്ള ആളോട് സംസാരിക്കുന്നുണ്ടാവും, ചിലർ വേറെ ഏതോ ചിന്തയിലായിരിക്കും, ചിലർ ഈ പ്രോഗ്രാം എപ്പോഴാണ് തീരെ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാനെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എപ്പോഴാണ് അവ ബ്രേക്ക്ഫാസ്റ്റ് വരിക, എപ്പോഴാണ് ലഞ്ച് കിട്ടുക, ഇതൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഓഡിയൻസിന് മുമ്പിൽ നമ്മൾ പ്രസംഗിക്കുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അവരെല്ലാം ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ചാണ്. ഇങ്ങനെ നമ്മളുടെ അകാരണമായ ടെൻഷൻ ആരംഭിക്കുന്നത്. വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രോതാക്കളുടെ അറ്റൻഷനെ, ശ്രദ്ധയെ 90 സെക്കൻഡ് കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളൊരു നല്ല ഓപ്പണറായിരിക്കും.